പേര് സ്വന്തമായിട്ടും പേര്? എൻ്റെ പേര് ഗോവിന്ദൻ നമ്പ്യാർ. ഗോവിന്ദൻ നമ്പ്യാർ എന്നാണ് പേര്. സർവോദയ സംഘത്തിൽ നിന്ന് റിട്ടയറായി. മൂഴിക്കുളത്ത് നമ്പ്യാർകുളത്തിൽ വീട്. പറയൂ. ഞാനിവിടെ തുളസിദാസ്. ഞാനിവിടെ ഒരു ഹോട്ടൽ നടത്തുന്ന ആളായിരുന്നു. ഇപ്പോൾ സ്വസ്ഥം. ക്ഷേത്രമായിട്ടുള്ള ബന്ധം ക്ഷേത്രത്തിൽ പലപ്പോഴും അതിൻ്റെ പ്രവർത്തനമായിട്ട്. ക്ഷേത്രത്തിലെ കൂത്ത് കൂടിയായിട്ടായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കൂത്തില്ലല്ലോ, മറ്റേ കൂത്തും കൂടിയായിട്ട് ധാരാളം ഇവിടെ അമ്പലത്തിൽ വിഴാ കൂട്ടാനായിട്ട് വരാറുണ്ട്. മുഴുക്കുളം അമ്പലത്തിൽ ഇപ്പോൾ ഈ മാർഗിയിൽ പോകുന്നുണ്ട്. മാർഗിയിൽ പോകണില്ല, മാർഗി ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. മുഴുക്കുളം ക്ഷേത്രത്തിൻ്റെ അടിയന്തര കൂത്തിൽ പങ്കെടുക്കാറുണ്ട് ഉണ്ടായിരുന്ന കാലത്തായി. കൂടിയാട്ടത്തിലും വിഴാ എന്നാണ് അതിപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 30 വർഷമെങ്കിലും ആയിട്ടുണ്ട്. അതിന് ശേഷം ഒരു 20 വർഷം മുമ്പ് ഒരു പ്രാവശ്യം തുടങ്ങി, ഒരു കൊല്ലം, പിന്നെ മുടങ്ങി. തുടർച്ചയായിട്ട് ഇത്രയും കാലങ്ങളായിട്ടില്ല. പിന്നെ ഈ ക്ഷേത്രത്തിന് എത്ര പഴക്കങ്ങളാണെന്നാണ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ അനുസരിച്ച് പറയുകയെന്ന് വെച്ചാൽ ഒരു 5-ാം നൂറ്റാണ്ടിൽ അതായത് വൈഷ്ണവരുടെ വരവോടുകൂടി ക്ഷേത്രം ഉണ്ടായിട്ടുണ്ട്. 5-ാം നൂറ്റാണ്ടിൽ ലക്ഷ്മണൻ തന്നെയായിരുന്നു? ലക്ഷ്മണനായില്ല, വിഷ്ണു തിരുമൂഴിക്കളത്താൻ എന്നാണ് ഇവിടെ ഈ ആന്ധ്രാക്കാർ പറയുന്നത്. തിരുമൂഴിക്കളത്താൻ. അപ്പോൾ നമ്മൾ തിരുമൂഴിക്കുളത്തപ്പൻ ആക്കിയതാണ്. അതിനുശേഷം ഞങ്ങൾ വിശ്വസിക്കുന്നത് വെച്ചാൽ ലക്ഷ്മണസ്വാമി ഇവിടെ തപസ്സിനായിട്ട് വന്നു എന്നൊരു ഐതിഹ്യമുണ്ട്. അങ്ങനെ അദ്ദേഹത്താൽ ഉണ്ടാക്കപ്പെട്ട ക്ഷേത്രം ലക്ഷ്മണ ക്ഷേത്രം എന്നൊന്ന്. രണ്ടാമത് ഈ മറ്റേ ശൈവക്ഷേത്രങ്ങളും ഇരിങ്ങാലക്കുട, മറ്റേ തൃപ്രയാർ ഭഗവതി ക്ഷേത്രം, അല്ല ശാസ്താക്ഷേത്രം, അതൊക്കെ വൈഷ്ണവ ക്ഷേത്രം ആക്കിയതിൻ്റെ കൂടെ നാലമ്പല പ്രതിഷ്ഠ വന്നപ്പോൾ ഇവിടെയും ഒരു പരിഷ്കാരം വന്നിട്ട് വിഷ്ണുവിനെ ലക്ഷ്മണനാക്കി എന്നും വിശ്വസിക്കാവുന്നൊരു തോന്നുന്നുണ്ട്. അങ്ങനെയാണല്ലോ നാലമ്പലത്തിൻ്റെ ഒരു ഇത് വന്നത്. ഇവിടെ മൂഴിക്കുളം ശാലയുടെ എന്തെങ്കിലും അവശിഷ്ടങ്ങളുള്ളതായിട്ട് അറിയാം? മൂഴിക്കുളം ശാലയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ പുഴ ഒഴുകുന്ന ഭാഗത്താണ് മൂഴിക്കുളം ശാല ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ ഒരു അവശിഷ്ടങ്ങളായിട്ട് ഇപ്പോൾ ഒന്നും വിശേഷിക്കുന്നില്ല മൂഴിക്കുളം ശാലയുടെ. തുളസി സാറേ, ഇപ്പോൾ ഒരു മൂഴിക്കുളം ശാലയുണ്ടല്ലോ, അത് പഴയതിൻ്റെ സ്ഥാനത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ? ഈ പറഞ്ഞ അറിവുകൾ നമുക്ക് കാണിച്ചു തരത്തക്ക വിധത്തിലുള്ള രേഖകളില്ല. പഴയ ശാല ഇപ്പോൾ പുഴയിരിക്കുന്ന സ്ഥലത്താണെന്ന് പറയാവുള്ളൂ. അങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ശരിയാണെന്ന് വെച്ചാൽ അങ്ങനെയാണ് സാധ്യത കാണുന്നത്, ചരിത്രപരമായിട്ട് സാധ്യത കാണുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ പോത്തുശ്ശേരിക്ക് ശേഷം പുഴ പല സ്ഥലങ്ങളിലൂടെ തവണ ഒഴുകിയതായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിനുള്ള സാധ്യതയുണ്ട്. അതായത് മൂഴിക്കുളം അമ്പലത്തിന്റെ പടിഞ്ഞാറ് നടയോട് ചേർന്നാണ് പുഴ ഒഴുകിയതെന്നാണ് പറയുന്നത്. പിന്നെ ഈശാന്യമറ്റം ക്ഷേത്രത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് ഒഴുകുന്ന പുഴയാണ് ആ ഭാഗം. അവിടെ മാത്രമേ കിഴക്ക് പടിഞ്ഞാറ് ഒഴുകുന്നുള്ളൂ. ബാക്കിയെല്ലാം തെക്ക് വടക്ക് ഒഴുകുന്നത്. അതിൻ്റെ അതൊരു പ്രത്യേകത തന്നെ. ആ പുഴ മാത്രം നമ്മുടെ ആലുവ ശിവക്ഷേത്രത്തിൻ്റെ മാതിരി തന്നെ കിഴക്ക് പടിഞ്ഞാറ് ഒഴുകുന്ന ഒരു പുഴയാണ് ഈശാന്യമറ്റം ക്ഷേത്രത്തിൻ്റെ. അവിടുത്തെ ഒരുപാട് പ്രത്യേകതകൾ ഒരുപാട് പറയുന്നുണ്ട്. മറ്റേ പിതൃക്കൾക്കുള്ള ബലിതർപ്പണം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ. ആ ക്ഷേത്രത്തിന് ഈശാന്യമറ്റം ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ലക്ഷ്മണ ക്ഷേത്രത്തിൻ്റെ അത്ര തന്നെ പഴക്കം അവകാശപ്പെടാൻ പറ്റില്ലല്ലേ? ഇല്ല, അത്ര പഴയതല്ല അല്ലേ? പിന്നെ പുതുക്കിപ്പണത് ഭാഗങ്ങളാണുള്ളൂ. ഇവിടെ ഈ ചാലക്കുടി പുഴയ്ക്ക് വേറെ എന്തെങ്കിലും പേരുകളുള്ളതായിട്ട് പൂർണ്ണാനദി എന്ന് പറയുന്നുണ്ട്. പൂർണ്ണാനദി അത് കെട്ടുകളികൾ ചരിത്രപരമായിട്ട് രേഖകളെന്താ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പൂർണ്ണാനദിക്കരയിൽ എന്ന് പറയുന്ന ഇതുണ്ട്. പൂർണ്ണാനദിക്കരയിലാണ് ലക്ഷ്മണസ്വാമി എന്നാണ് പറയുന്നത്. എന്താണ് പൂർണ്ണാനദി എന്ന് പേര് വരാൻ കാരണം എന്ന് ചോദിച്ചാൽ പറഞ്ഞ പോലെ പറയാൻ കഴിയും. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. പാട്ടുകളിലൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള. അപ്പോൾ ഈ ഓരോരുത്തരും ഇപ്പോൾ പുതുമക്കാർ ഇപ്പോൾ അത് കേട്ട് അങ്ങനെ ഇപ്പോൾ ഈ ലക്ഷ്മണസ്വാമി പൂർണ്ണനദിക്കരയിലാണെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ ചില ആൽബങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. തിരുമൂഴിക്കളം ഭഗവാന്റെ തിരുമൊഴി ഉണ്ടായിരുന്ന സ്ഥലം. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു കാസറ്റ് ഇറക്കി, നാലമ്പലത്തിൻ്റെ ഒരു കാസറ്റ്, സരയൂ തീർത്ഥം. അതിൽ ഭഗവാന്റെ തിരുമൊഴി ഉണ്ടായ സ്ഥലം തിരുമൂഴിക്കളം എന്ന് പറഞ്ഞാണ്. അതൊക്കെ പാട്ടിന് വേണ്ടി സൗകര്യത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്നതല്ല, ചരിത്രമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല. പാട്ടല്ലാതെ അങ്ങനെ എഴുതി 2 CD ഞാൻ ഇറക്കിയിട്ടുണ്ട് നാലമ്പലത്തിൻ്റെ. ഇപ്പോൾ നമ്മൾ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ശങ്കരാചാര്യർ ഇവിടെയാണ് ജനിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് എന്താ അറിയാം?
അറിയാം, വലിയൊരു പുസ്തകത്തിൽ അങ്ങനെ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ മൂഴിക്കുളത്താണെന്നും എന്നിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് പുഴ അടുത്തേക്ക് ഇങ്ങനെ വന്നതായിട്ടും അനന്തൻ ഇങ്ങനെ പുഴയിൽ തടസ്സമായിട്ട് കിടന്നിരുന്നതായിട്ടും അനന്തനെ ശപിക്കാൻ ഒരു മഹർഷി ശ്രമിക്കുന്നതായിട്ടൊക്കെ ഒരു വായിക്കുന്നുണ്ട്, പുസ്തകത്തിൽ വായിക്കുന്നത്. എനിക്ക് എൻ്റെ അത് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് അതല്ല. ശരിക്കും ശങ്കരാചാര്യർ ഇപ്പോൾ നമ്മൾ പറയുന്ന അങ്കമാലിക്കടുത്തുള്ള കാലടിയിലാണെന്നും മൂഴിക്കുളം അമ്പലത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിങ്ങനെ അദ്ദേഹത്തിനെ ഒരു ഭൂതം കൊണ്ട് അമ്മയുടെ അവസ്ഥയിലേക്ക് കിടത്തിയെന്നും അങ്ങനെ അദ്ദേഹം കണ്ണു തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ കാലടിയല്ല മൂഴിക്കുളത്ത് കാലടിയുടെ രൂപസാദൃശ്യം കണ്ട് ഈ മൂഴിക്കുളത്ത് ശപിച്ചു എന്നൊക്കെ കേൾക്കണം. ശങ്കരാചാര്യ ശപിക്കുന്നവർ വിശ്വസിക്കുന്നില്ല. അത് അദ്ദേഹം ശപിച്ചതാണ് തെങ്ങും പഠിപ്പില്ലാതെ പോട്ടെന്ന്. ആദ്യകാലത്ത് പഠിപ്പര എൻ്റെ ഓർമ്മകാലത്ത് ഇല്ല ഇവിടെ. തെങ്ങ് ഒക്കെ ആ കാലത്തൊക്കെ ഉണ്ട്, തെങ്ങ് വെച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊക്കെ ധാരാളം തെങ്ങുകളൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രം കേൾക്കുന്നുണ്ട്, കേട്ട് കേൾക്കില്ല. അതെ, അത് അദ്ദേഹം ശപിക്കും. ശങ്കരാചാര്യ ശപിക്കുമോ? അദ്ദേഹത്തിനെ പോലെ ഒരു പൂർണ്ണമായ മനുഷ്യൻ ശപിക്കില്ല. കാരണം സ്ഥലജലഭ്രമം ഒന്നും അങ്ങേർക്ക് ഈ സ്ഥലമല്ല. എന്നിട്ട് അങ്ങനെ ഓടി ഇങ്ങനെ ഇതാണ് ഇതുവഴിക്ക് ഇവിടെ കുറുശ്ശേരി അപ്പുറത്ത് കൂടെ പറമ്പശ്ശേരി വഴി കയറി ഓടി എന്നാണ് പറയുന്നത്. എളുപ്പ വഴിയാണല്ലോ, കയറി പോകാൻ എളുപ്പ വഴിയാണ് കാലടിയിലേക്ക്. അങ്ങനെ പോയതൊരു ഒരു കഥ കേൾക്കുന്നുണ്ട്. അല്ലെ എന്ന് മാത്രം കഴമ്പുണ്ടെന്നുള്ള അറിയാൻ കഴിയില്ല. ഈ പറഞ്ഞ പോലെ ഒരു നാടൻ കഥ പോലെ ഇതാണ്. പഠിപ്പുരയും തെങ്ങുമാണ് അടയാളമായിട്ട്. അതെ, അത് ഉണ്ടായിരുന്നാണ് പറയുന്നത്. കാലടിയുടെ അടയാളം പഠിപ്പുരയും തെങ്ങുമായിരുന്നു പറയുന്നത്. ശരി, ഇപ്പോൾ ഇനിയിപ്പോൾ ശങ്കരാചാര്യരെ സംബന്ധിച്ച് അദ്ദേഹം ജനിച്ചു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പ്രധാനമായിട്ടും ഒരു ശിവക്ഷേത്രം, പിന്നെ അതുപോലെ തന്നെ അത് ലിംഗം പ്രതിഷ്ഠിത ക്ഷേത്രമായിരിക്കും ആണെന്ന് പഴയ രേഖകളിൽ കാണുന്നു. അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ക്ഷേത്രം ഉണ്ടാകും ഇവിടങ്ങളിൽ? അല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ AD 8-ാം നൂറ്റാണ്ടിലെങ്കിലും സ്ഥാപിച്ച ഒരു ക്ഷേത്രം. പിന്നെ അന്നമനടയാണത്. അന്നമനടാന്ന് ഇവിടുന്ന് 7 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ചങ്ങമനാട് എന്ന് പറയുന്നത് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. തൊട്ടടുത്ത് പിന്നെ ശിവക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെയുള്ളത് അദ്ദേഹം ജനിച്ചത് ഒരു അഗ്രഹാരത്തിലാണെന്നുള്ളതാണ് വേറൊരു കഥ. അപ്പോൾ അഗ്രഹാരം പഴയ രേഖകളിൽ കാണുന്നതാണ്. അപ്പോൾ അഗ്രഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തമിഴ്നാട് അഗ്രഹാരമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. പകരെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മണർ ധാരാളം താമസിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലായിരിക്കും. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ഈ തമിഴ്നാട് പെരുമാൾ എന്ന് പറയാൻ എന്താ കാരണം? അത് വേറെ കഥ വേറെ. അല്ല, ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു വൈഷ്ണവ ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായിരുന്നല്ലേ പറയുന്നത്? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉണ്ടല്ലോ, മറ്റേ ഇവിടെ കാലടിത്തന്നെ ഒരു വൈഷ്ണവ ക്ഷേത്രത്തിലാണ് അദ്ദേഹം ശാന്തിക്കാരനായിരുന്നത്. കൃഷ്ണക്ഷേത്രം ഇല്ലേ അവിടെ എപ്പോഴും? ഞാൻ പറയുന്നത് അത് ഇങ്ങനെ വാമൊഴിയല്ലാതെ രേഖപ്പെടുത്തിയ ചരിത്രമൊന്നും അങ്ങനെയുള്ളതായിട്ട് അറിയില്ല. അത് കൃഷ്ണക്ഷേത്രം ഇപ്പൊ കാണുന്ന കാലടിയിൽ ഒരു കൃഷ്ണക്ഷേത്രം ഉണ്ട്. അവിടേക്ക് മുട്ടിക്കാനുള്ള വഴികളിലൊന്നും അത് പറയാൻ കഴിയില്ല. ഇവിടെ ദേവീക്ഷേത്രങ്ങളുടെ അടുത്ത് ഏതാണുള്ളത്? ദേവീക്ഷേത്രം എന്ന് പറയുന്നത് പർവ്വതമ്പരാൻ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുള്ള ഒരു തൂക്കൊക്കെ ഉണ്ടായിരുന്ന ക്ഷേത്രം ഉണ്ടല്ലോ, ഇളവൂര് പുത്തങ്കാവ് ഭഗവതി ക്ഷേത്രം. അത് എത്ര പഴക്കം? അത് അതിന്റെ അടുത്ത് തന്നെ വലിയൊരു നല്ലൊരു പ്രചാരണം ഇല്ലെങ്കിലും ഇതായിട്ട് വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രം ഉണ്ട് അവിടെ. അയ്യന്ത ക്ഷേത്രത്തിന്റെ പേരിലുള്ള ഒരു ഭഗവതി ക്ഷേത്രം കൂടി ഉണ്ട് അവിടെ പ്രശസ്തമായിട്ട്. സോമന്റെ പേരെന്നോ? സോമന്റെ ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രമാണ്. ഇത് കൂടാതെ അവിടെ ഒരു ഭഗവതി ക്ഷേത്രം ഉണ്ട്, വേറെ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. ഈ അല്ലല്ല, അത് ഈ പുത്തങ്കാവ് അമ്പലത്തിനേക്കാൾ കുറച്ചുകൂടി പഴക്കമുള്ള ക്ഷേത്രം. ഇത് തിരുവിതാംകൂർ ഇത് മറ്റേ പർവ്വതമ്പരാന്റെ കാലത്ത് അദ്ദേഹം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചാണെന്നാണ് പറയുന്നത്. പർവ്വത മൂകാംബിക പ്രതിഷ്ഠ പോലെ തന്നെ. അയ്യോ, അത് ക്ഷേത്രത്തിന്റെ പേര് എനിക്ക് സൊസൈറ്റിയുടെ അടുത്തായിട്ട് അതാണ് പഴക്കമുള്ള ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതിലും പഴക്കമുള്ള ക്ഷേത്രമാണ്. പിന്നെ ഭഗവതി ക്ഷേത്രം ഇവിടെ, പിന്നെ ഇവിടെ തറവാട്ട് ക്ഷേത്രമുള്ളത്. കുറുശ്ശേരിക്ക് പോകുന്ന വഴിക്ക് അരക്കുളങ്ങര ഭഗവതി ക്ഷേത്രമുണ്ട്. പിന്നെ ചാലക്കുടി പുഴ മുമ്പ് കൊണ്ടൂർ വഴിക്ക് ഒഴുകി എന്ന് പറയുന്നതിനെ കുറിച്ച് വല്ലതും അറിയുന്നു? നല്ല സാധ്യതയുണ്ട്. അല്ല, ഇപ്പോഴും പോത്തുശ്ശേരിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് പോയി കൊണ്ടൂർ വഴി. അല്ല, വഴി മാറി ഒഴുകിയിട്ട് സാർ നേരത്തെ ഉദ്ദേശിച്ചാൽ പൂർണ്ണമായിട്ട് പറഞ്ഞ പൂർണ്ണമായിട്ട് തിങ്ങി നിറഞ്ഞു. ഇപ്പോൾ വെള്ളപ്പൊക്കം സ്ഥിരമായിരുന്നു ഇവിടെ. ഈ ഡാം വന്നതിന് ശേഷം മുഴുവൻ എല്ലാ വർഷവും വെള്ളപ്പൊക്കം. ഞങ്ങളൊക്കെ പിണ്ടി കളിക്കാറുണ്ട് വഴിയിലൊക്കെ. ധാരാളം വെള്ളം ഉണ്ടാവും എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാവും. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ടില്ല. പറഞ്ഞാൽ 61 വെള്ളം കഴിഞ്ഞതിന് ശേഷം റോഡിൽ നിങ്ങൾ വലിയ രീതിയിൽ വെള്ളം വന്നിട്ടില്ല. ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നല്ലോ, കുറേ കാലങ്ങളായിട്ടില്ല. 61 വെള്ളപ്പൊക്കത്തെ 61 വെള്ളപ്പൊക്കം എന്ന് വെച്ചാൽ പ്രദേശം അമ്പലത്തിന്റെ അവിടേക്ക് വെള്ളം എത്തിയിട്ടില്ല. ബാക്കിയുള്ള പ്രദേശമൊക്കെ തന്നെ വെള്ളം കൊണ്ട് മുങ്ങി. സാമാന്യം നന്നായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഏതാണ്ട് ഈ പെരത്തറയുടെ അടുത്തേക്ക് വെള്ളം വന്നിരുന്നു. ഇവിടെ ഒരു 5-6 ഫാമിലി ഇവിടെ താമസിച്ചിരുന്നു. ബാക്കി എല്ലാവരും ഓരോ പ്രദേശത്ത് പോയി. വലിയ വഞ്ചിയിൽ വന്ന് എല്ലാവരും കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു. ഒരു 2 ദിവസത്തോളം വെള്ളം കിടന്നു.
ഇങ്ങനെയാണ് വെള്ളം താഴ്ന്നിട്ടുള്ളത്. മിക്കവാറും ഒരു 4